അതിൽ ഓൾറെഡി രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. സത്യത. പിന്നെ നീ പ്രോ പ്ലെയർ ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ കഴിഞ്ഞ ഞാൻ റെക്കോർഡ് ചെയ്ത മാച്ച് ഭയങ്കര വോയിസ് കുറവായിട്ട് എന്റെ വോയിസ് മാത്രമാണ് എടുത്ത് നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കണ്ടന്റ് കുറവായിരിക്കും. ഞാൻ വോയിസ് ഓവർ കൊടുത്തില്ല, ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് മ്യൂസിക് കേട്ടാൻ വേണ്ടി കേട്ടിട്ടേ. പക്ഷെ വോയിസ് ഓവറിന്റെ വീഡിയോ 22 മിനിറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നോക്കണം എത്ര നല്ല വോയിസ് ഒക്കെ ഉണ്ട് കണ്ടന്റ് എടുക്കുന്നത്. അടിപൊളിയായിട്ടോ നീ കള്ളം പറയുന്നത്. സത്യമാടാ. ബോട്ടുണ്ടാവോ? എനിക്ക് നല്ല ആരാ? സുലോചന സന്തോഷ് തൊപ്പിയോ ആരാണത്? ഉൾപ്പെടെ പറഞ്ഞു. പക്ഷെ എനിക്ക് AK-47 ഭയങ്കര ഇഷ്ടം. എന്തോ അറിയില്ല. നീ ഗൺസ് എടുക്കുന്ന സമയത്ത് കൂടുതൽ അതിന്റെ പവേഴ്സ് നോക്കണം. നമ്മുടെ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് ആ ഗണ്ണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഇത് കാണിക്കും, ഫയർ റേഞ്ച്, ഡാമേജ് ഒക്കെ. അത് നോക്കിയിട്ട് കണ്ണ് ചൂസ് ചെയ്യുവാണ് നല്ലതാണ്. അയ്യോ അടിച്ചോടാ, ബോട്ടാ കുഴപ്പമില്ല. മറ്റേ ഡോഗ് ടാഗ് എടുക്കാൻ വന്നാണോ? ബോട്ടാടാ, ബോട്ടാ അടിച്ചോ. ശരി, അടിച്ചപ്പോഴത്തേക്ക് ഇവൻ മരിക്കാൻ നിന്ന പോലെ ഉണ്ട്. അപ്പത്തേക്ക് മരിച്ചു. എനിക്കൊന്നും അടിക്കാണ്ടായി തന്നില്ല. എന്റെ അടുത്ത് ആളുണ്ട്, ബോട്ടായിരിക്കും. ഫയർ ചെയ്യുന്ന 2 ബട്ടൺസ് ഇല്ലേ? ഒരു ബട്ടൺ എനിക്ക് ഫയർ ചെയ്യാൻ പറ്റണില്ല. എടാ നീ ഇപ്പൊ വെടി വെക്കുന്ന ബട്ടൺ, ഒരു റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു ബട്ടൺ അല്ല നീ വെടി വെക്കുന്നേ? അല്ല, ഞാൻ എയിം ചെയ്യുമ്പോ വെടിവെക്കണം. എനിക്ക് ബട്ടൺ യൂസ് ചെയ്താല് ഇത് വെടിവെക്കാൻ പറ്റത്തില്ല. ഐ മീൻ എന്താ പറയാ, കറക്റ്റ് ടൈമിന് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണോ ഇട്ടേക്കുന്നേ? ജസ്റ്റ് എയിം ചെയ്യുമ്പോഴത്തേക്കും വെടിവെക്കാൻ പറ്റുന്നത്. എടാ ഇതിപ്പം കണ്ണ് ഇങ്ങനെ സൂം ചെയ്ത് അടിക്കാൻ പറ്റും. സൂം ചെയ്യാതെ നമുക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയാം, എന്റെ വെറുതെ ഇങ്ങനെ വെടിവെക്കാൻ പറ്റത്തില്ല. കണ്ടോ, വെടി വരുന്നില്ലല്ലോ. എടാ അത് 2 ബട്ടൺ ഉണ്ട് നമ്മൾ ഫയർ എടുക്കുന്ന സമയത്ത്. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. അത് ചെറിയ ബട്ടൺ ഞെക്കുമ്പോൾ ഇങ്ങനെ അടിക്കുന്നത്, മറ്റേത് അടിക്കുമ്പോൾ സൂം ചെയ്ത് അടിക്കുന്നത്. കണ്ടോ, ഇഫയർ എന്ന് പറയുന്നത് നമ്മൾ സൂം ചെയ്യാതെ അടിക്കുന്നതാണ് ഇഫയർ. അപ്പൊ നീ ഇഫയർ അടിക്കുന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ് ഇഫയർ ഇട്ടുണ്ടെങ്കിൽ പ്രയോജനമുള്ളൂ. ബാക്കിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നല്ല, എനിക്ക് തോന്നുന്നല്ല എന്തുവാ ഞാനൊക്കെ പറയുന്നത്. അങ്ങനെ പറയുന്നത്. കഴിഞ്ഞ തവണത്തിനോട്ട് എന്റെ ബാക്ക് സപ്പോർട്ട് ആയിരുന്നില്ല. നീ ഉദായി കഴിഞ്ഞാൽ ഞാൻ എല്ലാം വീഡിയോ കൂടെ കണ്ട് കേറാൻ പോവാ. നീ വന്ന് സപ്പോർട്ട് ചെയ്യണേ. എവിടെ ഞാൻ അടി കണ്ട് വീണ് കഴിഞ്ഞപ്പോ ഓടി വന്ന് അവന്റെ മുന്നിൽ നിന്ന് കൊടുത്തു. എന്തായാലും ഒറ്റ എടുത്തിനുള്ളൂ. നീ അടിക്കണം, ഞാനും അടിക്കും അവനെ. കേട്ടല്ലോ, ഞാൻ ഡ്രോൺ ഇടും. EMP drone is ready. ഞാൻ എന്റെ ഡ്രോൺ ഇട്ട് ഞാൻ എന്ത് മൊണ്ടക്കളിയാടാ കളിച്ചത്. അവനാണ് ഡ്രോണിൽ. എനിക്ക് സങ്കടം വരുന്നത് എന്താ അറിയോ, അവൻ ഡ്രോണിൽ കൂടി കാണുന്നിട്ടാണ് നമ്മളെ രണ്ടിനെ അടിച്ചത്. അത്രയും പൊട്ട പ്ലെയർ ആയിപ്പോയി നമ്മള്. ഞാനാണെങ്കിൽ അവനെ ഫൈറ്റ് ചെയ്യാൻ എടുത്തിട്ട് അവനെ അടിച്ചു മരത്തെല്ലാം കണ്ടു. അവൻ ഒറ്റ ബുള്ളറ്റ് കൊണ്ടില്ല. അവനടിച്ച് തന്നെ നിനക്ക് സ്നൈപ്പർ യൂസ് ചെയ്യാറിയോ? ഇല്ല, സ്നൈപ്പർ യൂസ് ചെയ്തത് വെറുതെ ഒരു ഗുമ്മല്ലേ വെച്ചിട്ട് യൂസ് ചെയ്ത്. അഥവാ ഞാൻ സ്നൈപ്പർ യൂസ് ചെയ്ത് പണ്ട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഇപ്പൊ സ്കില്ലൊക്കെ പോയിന്ന് അത്രേ ഉള്ളൂ. പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇതുവരെ ഒരു പ്ലെയർ വന്നില്ലല്ലോ. അത് വീടിന്റെ ഉള്ളിൽ വേണോ ഡ്രോപ്പ്? ബാക്കിൽ ആളെ ഡ്രോപ്പ് എടുക്കാൻ വന്നതാ. ഡ്രോപ്പ് എടുത്തിട്ട് ഒന്ന് റോട്ടിൽ കൂടിയാണോ വരുന്നത്? അയ്യോ, 2 പേര്. ആണോ? ഞാനല്ല, ഒന്ന് വാ, അടുത്തേക്ക് വാ. സ്മോക്കിട്ട ബോംബാണ്. സ്മോക്കിട്ട ടീമാണ്. ചാടിപ്പോയി.
Time for a fire sale. നോക്കിട്ട ടീമാണ് അവൻ ചത്തിട്ട്. ആ അതുകൊണ്ടായിരിക്കും. അതെ അങ്ങനെ ഓടി വരുന്നു ബസ്സുണ്ടോ അതും അവിടെ തോട്ട Enemy is near. അതാ അവനായിരിക്കും. അല്ല സ്മോക്ക് ഓടിക്കോ. ഇട്ട ടീം അത് ഉറപ്പാ. നീ പറഞ്ഞ ടോപ്പ് എടുക്കാൻ വന്നു. എടാ നീ ഇല്ലേ അയ്യ അത് ബോട്ട്. ഒരു മിനിറ്റ് നീ അങ്ങോട്ട് പോണേ. ഞാൻ ഈ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ അടിക്കാൻ നിൽക്കുവാണേ. ഞാൻ അവനും തപ്പി പോയതാടാ. കൊന്നവനെ കിട്ടിക്കാക്കൊന്ന് കൊന്നു. ഇതും ബോസ് ആണ്. ഇത് ഡ്രോപ്പ് ആണെന്ന് തോന്നുന്നു. സ്മോക്കിട്ട് ആളെ നീ കൊന്നത്. ഇല്ല ഞാൻ സ്മോക്ക് ഇട്ടാണ്ട് കൊന്നിട്ടില്ല. ഇനി ബോട്ടിനെ സ്മോക്കിടാൻ പറ്റിച്ചാണോ ആരെങ്കിലും? ഒറ്റയ്ക്ക് പോലെ എനിക്ക് തന്നെ പേടിയാവുന്നില്ല പോക്ക്. എനിക്ക് മറ്റേ എന്താ ഇതെന്താ പറയത്തില്ലേ വിവരമില്ലെങ്കിൽ കൊടുക്കാടാ കളിക്കാൻ പോയതാ. ഇനി ഫുഡ് പ്രിന്റ് എടുക്കത്തില്ല. The safe zone is collapsing. സേഫ് സോണിൽ എടുക്കാം. പോയിട്ട് വണ്ടി എടുത്തിട്ട് പോകാം. നീ എൻ്റെ അടുത്ത് വാ. ഒരു അവിടെ ഇവിടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നീ അവിടെ നിൽക്കി ഞാൻ വരാം വണ്ടി കൊണ്ട്. ഇല്ല ഞാൻ ഇതിന്റെ പിന്നാലെ വന്നിട്ടുണ്ട്. തോട്ടിടണോ? അവരും നമ്മളെ പോലെ ഇല്ല. ഇനി നമ്മളെ പോലെ ഇങ്ങനെ നമ്മളെ പോലെ ഇല്ല. നീ പേടിയില്ലല്ലോ അങ്ങനെ പേടിച്ച് നിൽക്കുന്നതാണെങ്കിലോ. സ്ഥലത്തേക്ക് നീ വന്നിട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു പേടിച്ച് തന്നെ കേട്ടോ. ഇത് നിങ്ങൾക്ക് മറ്റേത് യൂസ് ചെയ്യാൻ അറിയോ? ആ സാധനത്തിന്റെ വരുമ്പോ ആ റെഡ് പെട്ടിനെ കിട്ടുന്ന ഒരു സാധനം, റെഡ് കളർ പെട്ടിനെ കിട്ടുന്ന ഒരു സാധനം എനിക്ക്. അയ്യോ ബോട്ടായിട്ട് പിന്നോട്ടൊക്കെ പോകുന്നു. അടി റെഡ് കളർ പെട്ടിയില്ലേ മറ്റേ FJH അങ്ങനെ ഒരു സാധനം. പണ്ട് അതായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ബോസ് നമ്മൾ ടീം ഒരാൾ എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുക്കാറില്ല. ഞാൻ ഇപ്പോൾ എടുക്കും. പക്ഷേ SMG എടുക്കും. കാരണം ചെറിയ അടിയേണ്ടത്. നീ എന്താ ഒളിച്ചിരിക്കുന്നത്? ഒളിഞ്ഞിരുന്ന് നോക്കണം നമ്മളെപ്പോഴും. ഞാൻ എത്ര കാര്യത്തില് അതൊരുത്തരം ഓടി വരുന്ന കൂടി. അത് 2 പേരെ ടീമാ. അവിടെ ഒരു ടാങ്ക് പോലത്തെ ഒരു സാധനം കണ്ടോ? 32 അതിന്റെ അടുത്തേക്ക് 2 പേര് ഓടിപ്പോയി. എന്തോ ചെയ്യണ്ടേ? വിളിച്ചിക്കണോ? ഇങ്ങോട്ട് വാടാ. എത്ര നാൾ നീ വിളിച്ചിരിക്കും? ഗെയിം ആയത് തോറ്റാ തോറ്റു വാ. ഞാൻ ഒരു ആവേശത്തിന് പറഞ്ഞതാ. പോയി അടി മേടിക്കില്ലേ? മലയുടെ മണ്ടയ്ക്കാണോ വിളിക്കണേ? മലയുടെ മണ്ടയ്ക്ക് മണ്ടയ്ക്ക് 2 പേരുണ്ട്. താഴോട്ട് സ്കേറ്റ് ചെയ്തു പോയേ. സ്നൈപ്പർ കിട്ടുവേ. Down to the last 5 teams. നമുക്ക് ലൊക്കേഷൻ മാറി മാറി നിൽക്കാം. അവനെ കൈവാക്കിന് കിട്ടട്ടെ. വീടിന്റെ മണ്ട കേട്ടോ താഴെ കൊണ്ട് ഇട്ടേക്കുന്നതാണ്. ആരാടാ പറഞ്ഞിറങ്ങിയ? നീയാണോ? രണ്ടാളുണ്ട്.